അവർ മാത്സ് അക്കാദമിയുടെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് SSLC വിദ്യാർത്ഥികൾക്ക് A+ നേടാൻ, എല്ലാ വിഷയങ്ങളിലും A+ നേടാൻ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ A+ നേടാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, എങ്ങനെ പഠിക്കണം, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്. SSLC മാത്തമാറ്റിക്സ് സാധാരണ ഏകദേശം കുട്ടിയോട് ചോദിച്ചാലും ഏത് സബ്ജക്റ്റാണ് കൂടുതൽ വിഷമെന്ന് ചോദിച്ചാൽ അധികം ആൾക്കാരും പറയുക മാത്തമാറ്റിക്സ് തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്തമാറ്റിക്സാണ്. പക്ഷെ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് A+ മാത്തമാറ്റിക്സ് ഇന്ന് മുതൽ പഠിച്ച് A+ നേടാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. 5 + 3 = 8. അതായത് എണ്ണൽ സംഖ്യകൾ, ഒരു സംഖ്യയുടെ 5ന് ശേഷം 6 വരിക, അതിന്റെ സക്സസറാണ്, അങ്ങനൊന്നും പഠിക്കണ്ട. 5ന് മുൻപ് 4 അതിന്റെ പ്രെഡിസസർ, അങ്ങനൊന്നും പഠിക്കണ്ട. അപ്പൊ സാധാരണ എണ്ണൽ സംഖ്യകൾ എണ്ണാൻ മാത്രമേ അറിയാവൂ എങ്കിലും അങ്ങനെയുള്ള സ്റ്റുഡൻസിന് പോലും ഇന്ന് മുതൽ പഠിക്കുകയാണെങ്കിൽ, ഇന്ന് മീൻസ് ഇപ്പോൾ, ഇന്ന് ഇവിടെ ഇപ്പോൾ എന്നാണ്, ഇപ്പോൾ മുതൽ പഠിക്കുകയാണെങ്കിൽ A+ പുഷ്പം പോലെ വാങ്ങിക്കാൻ പറ്റും. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് മാത്സിന് A+ വാങ്ങിക്കുക എന്നത് മഹാത്ഭുതമൊന്നുമല്ല. ഒരു സാധാരണ ഒരു ആവറേജ് ആയ സ്റ്റുഡൻസ് പോലും കുറച്ച് പരിശ്രമിച്ചാൽ A+ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് മാത്തമാറ്റിക്സിൽ A+ ഞാൻ വാങ്ങിക്കും എന്നാണ്. A+ മാത്തമാറ്റിക്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഗുണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ പ്രാവശ്യം മാത്രമേ SSLC പരീക്ഷ മിക്കവാറും ഉണ്ടാവും. അപ്പൊ അടുത്ത കൊല്ലം മുതൽ മിക്കവാറും 9ാം ക്ലാസ് പരീക്ഷ പോലെ ആയിത്തീരും 10ാം ക്ലാസ്. +2 ഇമ്പോർട്ടൻസ്. അപ്പൊ SSLCയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഡെപ്ത് ഉണ്ടായാൽ അത് +1 കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആകെ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇന്ന് മുതൽ ഇപ്പോൾ 7 മാസം ഉണ്ടാവും അടുത്ത പരീക്ഷയ്ക്ക്. 7 മാസം 210 ദിവസം ഉണ്ടാവും ശരാശരി. ആ 210 ദിവസവും 10 മണിക്കൂർ വീതം പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയം നിശ്ചയിക്കണം. ഒന്നതാണ് അഡ്ഹിയർ പങ്ക്ച്വാലിറ്റി എന്നാണ്. അത് നിങ്ങൾ 6:30 മുതൽ, SSLC ആണെങ്കിൽ ഒരു 3.5 മണിക്കൂർ എങ്കിലും ഇരുന്ന് പഠിക്കണം എന്നാണ്. 9th 3 മണിക്കൂർ, 8th 2.5 മണിക്കൂർ. അപ്പൊ ഈ പഠിക്കുന്ന സമയം നിശ്ചയിക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യം പോലെ. ആ പഠിക്കുന്ന സമയം പ്രയാസമുള്ള സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്. ടൈം ടേബിൾ ഇടേണ്ടത് അതാണ്. അപ്പൊ നിങ്ങൾ അത് 2 മണിക്കൂർ 3 മണിക്കൂർ മാത്സിനെ പഠിച്ചിരുന്നാൽ ബാക്കി സബ്ജക്റ്റ് പഠിക്കണ്ടേ? അപ്പൊ 45 മിനിറ്റ്, 3/4 മണിക്കൂർ മാത്രം ഇന്ന് മുതൽ മാത്സ് ഇരുന്നു കൊണ്ട് പഠിക്കുകയാണെങ്കിൽ A+ ഷുവറാണ്. അത് സംശയിക്കണ്ട. 210 ദിവസം പരീക്ഷയ്ക്കുണ്ട്. ഈ 210 ദിവസത്തിനെ 210നെ 45 കൊണ്ട് ഗുണിച്ചു നോക്ക്, അതിനെ 60 കൊണ്ട് ഹരിച്ചു നോക്ക്, ഒരു 157 മണിക്കൂറോളം കിട്ടും. ഒരു 3 മണിക്കൂറുകൾ പഠിച്ചില്ല, ഒരു 154 മണിക്കൂർ കിട്ടും. ആകെ നമുക്ക് 11 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 154നെ 11 കൊണ്ട് ഹരിച്ചു നോക്ക്, 14 മണിക്കൂർ ഒരു ടോപ്പിക്സിന് കിട്ടും. ആകെ 11 ചാപ്റ്ററേ ഉള്ളൂ. ഒരു ചാപ്റ്റർ പഠിക്കാൻ ഒരു ദിവസം 45 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്ററിന് നമുക്ക് 13 മണിക്കൂർ എന്തായാലും ഉണ്ട്. SSLCയിലെ ചില ചാപ്റ്റേഴ്സ് പഠിക്കാൻ 2 മണിക്കൂർ മതി. ഒരു ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ സൂചക സംഖ്യകൾ, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ചു കഴിയും. പിന്നെ ഒരു 3-4 ചാപ്റ്റർ ലേശം വലിയ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 45 മിനിറ്റെങ്കിലും പഠിക്കാനിരിക്കും. അത് ഇരിക്കണം. നടന്നു പഠിച്ചാൽ പോരാ, കിടന്ന് പഠിച്ചാൽ പോരാ, അടുക്കളയിൽ പോയി പഠിച്ചാൽ പോരാ. അത് ഇരുന്നു കൊണ്ട് ഒരു 45 മിനിറ്റുകൾ മാത്സ് പഠിക്കണം. ഇനി ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തെ കാര്യം, മാത്സ് മറ്റുള്ള സബ്ജക്റ്റ് പോലെയല്ല, അത് ചെയ്ത് തന്നെ പഠിക്കണം. യൂട്യൂബിലെ ചാനൽ കേട്ടിട്ട് പഠിച്ചാൽ ശരിയാവില്ല. മാത്സ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു സെൽഫ് നോട്ട് ബുക്ക് വേറെ വെക്കുക, എന്നിട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ക്ലാസ്സിലെടുക്കുന്ന ഒരു കണക്ക് 3 പ്രാവശ്യമെങ്കിലും ചെയ്ത് പഠിക്കണം എന്നാണ്. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ ഈ സ്കൂളിൽ നിന്ന് എടുക്കുന്ന ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അപ്പൊ അതുപോലെ ടെക്സ്റ്റ് ബുക്കാണ് പ്രധാനം.
ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ വരിയും വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ഒരു 25ഓളം ഗണിതശാസ്ത്ര പ്രതിഭകൾ തന്നെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എഴുതുന്നത്. ആ ടെക്സ്റ്റ് ബുക്ക് ഓരോ വരിയും ആത്മാർത്ഥമായി വായിച്ചു കഴിഞ്ഞാൽ തന്നെ A+ കിട്ടും. അപ്പൊ അതിൽ കൊടുക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ ചെയ്തു നോക്കണം. സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും നോക്കണ്ട. അതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തം ചെയ്തിട്ട് അതിന്റെ ഉത്തരം കിട്ടുമെന്ന് നോക്കണം. അതുപോലെ ഒരു 3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഡൗൺലോഡ് ചെയ്ത് നോട്ടിന്റെ ബേക്കിൽ വെക്കണം. ക്വാർട്ടർലി എക്സാം വരികയാണെങ്കിൽ ക്വാർട്ടർലിന്റെ പ്രീവിയസ് ഒരു 3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കണം. ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് സംശയം നിവൃത്തി വരിക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം 45 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക. 2 ഫോമുല സൂത്രമാക്കി എല്ലാ ചാപ്റ്ററിലും കുറയില്ല. ഇപ്പൊ സമാന്തര ശ്രേണികൾ SLC ആണ്, സമാന്തര ശ്രേണി, സോളിഡ്സ്, ഘനരൂപങ്ങൾ, ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ മാത്രമേ കൂടുതലുള്ളൂ. ദ്വിമാന സമവാക്യം, 2ാം കൃതി സമവാക്യം ആകെ ഒരു സൂത്രവാക്യമുള്ളൂ. വൃത്തങ്ങൾ വളരെ കുറച്ച് സൂത്രവാക്യമുള്ളൂ. അങ്ങനെ സൂത്രവാക്യങ്ങളും ഓരോ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും നല്ലൊരു നോട്ട് ബുക്ക് വേറെ വാങ്ങിച്ചിട്ട് സ്കെച്ച് പെന്നുകൊണ്ടൊക്കെ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ പോരാ, ഇടക്കിടക്ക് വായിക്കണം. വേണമെങ്കിൽ A4 പേപ്പറിൽ വൃത്തിയിൽ എഴുതിച്ച് പഠിക്കുന്ന ചുമരിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാം. അവിടെയൊക്കെ A+ ആണ്. എപ്പോ നോക്കിയാലും A+ ആയിരിക്കണം. അപ്പൊ ഒന്ന് നമ്മൾ 45 മിനിറ്റ് മാറ്റി വെക്കുക. 2 ഫോമിലെ സൂത്രവാക്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ സൂത്രവാക്യം കാണാപ്പാടെ പഠിച്ചാൽ മാത്രം പോരാ. സൂത്രവാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ചരവും എന്തിനു സൂചിപ്പിക്കുന്നു ഇതൊക്കെ എഴുതി വെക്കണം. ഇപ്പൊ സമാന്തര ശ്രേണിയിൽ എല്ലാം നിങ്ങൾ പറയും X3 3ാം പദമാണ്. എന്തെന്നാന്ന് ചോദിച്ചാൽ പറയൂല. പദങ്ങളുടെ എണ്ണമാണ്. അപ്പൊ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിക്കാൻ ശരിക്കും എഴുതി വെച്ചോളുക. സൂത്രവാക്യങ്ങൾ എഴുതി വെച്ചാൽ പോരാ, ബൈഹാർട്ട് പഠിക്കണം. നമ്മളെ പേരെന്താണ്, അല്ലെ അമ്മയുടെ പേരെന്താ, അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ അമ്മ ആരാ അച്ഛൻ ആരാന്ന് ഇങ്ങനെ ആലോചിക്കുമോ? ഉടനെ പേര് പറയൂല. എന്റെ പേര് ചോദിച്ചാൽ ഉടനെ എത്ര ദുർഗം പിടിച്ച പേരാണെങ്കിലും വിളിച്ചു പറയും. ഇതുപോലെ പറയാൻ സാധിക്കണം സൂത്രവാക്യം. അത് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ എഴുതിയിട്ട് ബൈഹാർട്ട് പഠിച്ച് നാളെ മരുന്നാളിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. ടെക്സ്റ്റ് ബുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കുക. ചിലര് ടെക്സ്റ്റ് ബുക്ക് ഇന്നിവരെ തുറന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് ക്ലാസ് എടുത്താലും ട്യൂഷൻ നോട്ട് എടുത്താലും നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കാണ്. അതിലുള്ള ഓരോ വരി നിങ്ങൾക്ക് വേണ്ടി പ്രിന്റ് ചെയ്താ. അപ്പൊ അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ആൻസർ കിട്ടുമോ നോക്കണം. ആൻസർ അതിൽ പ്രിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ലാബറിന്തി അതുപോലെ ടീച്ചറോട് ചോദിക്കുക, എന്തും ചെയ്യാലോ. അതുപോലെ 4ാമത്തെ സെൽഫ് നോട്ടാണ്. ഒരു സെൽഫ് നോട്ട് ബുക്ക് വേണം. ആവർത്തിച്ച് പഠിക്കുക വേണം. 3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വാർട്ടർലിൻ്റെതും പബ്ലിക് എക്സാമിനേഷനിലും ബേക്കിൽ വെക്കണം. പിന്നെ ജാമിതീയ നിർമ്മിതികൾ ഇങ്ങനെ വരക്കാം. ചതുരത്തിന് സമാനമായ സമചതുരം വരക്കുക, അല്ലെ ഒരു വൃത്തത്തിന്റെ സ്പർശരേഖ വരക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയ പോരാ, അത് നമ്മൾ വരച്ച് തന്നെ പഠിക്കണം. ജാമിതീയ നിർമ്മിതികൾ വരച്ചുകൊണ്ട് ആശയം മനസ്സിലാക്കി പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ സ്കൂളിലെടുക്കുന്ന ക്ലാസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ടാവും. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിനും ക്ലാസ്സിനാണ്. സ്കൂളിലെടുക്കുന്ന ടോപ്പിക്സ് അതാത് ദിവസം വായിച്ച് തീർക്കണം. കഴിയുന്ന നാളെ എടുക്കാൻ പോകുന്നതും കൂടി വായിക്കുന്നതല്ലതാ. അപ്പൊ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ അതാത് ദിവസം തന്നെ പഠിച്ചു തീർക്കാൻ കഴിയണം. അത് കുറെ ബാലൻസ് ഉണ്ടെങ്കിലും ഇനി മുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഒരു വിഷമം കണക്കിൽ, മറ്റേ സോഷ്യൽ മലയാളം പോലും അല്ലല്ലോ. കണക്കിന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് 9, 10ാം ക്ലാസ് വരെയുള്ള പല ഭാഗങ്ങളും ചെറിയ ഭാഗങ്ങൾ. ഇപ്പൊ ഗുണിക്ക് അറിഞ്ഞുകൂടാത്ത മനുഷ്യന് എങ്ങനെയാ കണക്ക് ചെയ്യാൻ പറ്റും 10ാം ക്ലാസ്സിലെ? അപ്പൊ ഇത്തരം ബേസിക്സ് ഉണ്ട്. അപ്പൊ അത്തരം ബേസിക് അറിയാത്തത് ചോദിച്ചു വെച്ച് മനസ്സിലാക്കണം. അതുപോലെ A+ കിട്ടണമെന്ന് ഉദ്ദേശമുള്ളവർ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആശയങ്ങളൊക്കെ വേറെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അപ്പൊ ഇവിടെ തടസ്സം നിൽക്കുന്ന ഒന്ന്, A+ കിട്ടാനും പാസ്സാവാനുള്ള തടസ്സം നിൽക്കുന്നത് ഒന്ന് ബേസിക്സ് ആണ്. അത് കുറേ ഉണ്ടെന്ന് നമുക്ക് തോന്നും. SSLC പരീക്ഷ എഴുതാൻ വേണ്ടി ഉള്ള ബേസിക്സ്, ഒരു ഹരണം, ഗുണനം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നലാ. ആകെ വെറും 100 ചോദ്യങ്ങൾ, 100 ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയ ബേസിക്സ് തീർന്നു. അതുപോലെ A+ കിട്ടാൻ 100 ചെറിയ ചോദ്യങ്ങൾ ബേസിക്സും പഠിക്കുക, 100 പ്രധാനപ്പെട്ട കണക്കും പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ A+ ഷുവർ.
കിട്ടുമോ എന്നുള്ള സംശയം വേണ്ട, കിട്ടും. നത്തിങ് ഇസ് ഇമ്പോസിബിളാ. പക്ഷെ ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്കിന്റെ മരണവർക്കൊന്നും വേണ്ട. ഒരു ചെറിയ തോതിൽ 45 മിനിറ്റ് പഠിച്ച് ആത്മാർത്ഥമായി പഠിച്ചാൽ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ബേസിക്സിലെ 100 ചോദ്യവും A+ കിട്ടാനുള്ള 100 ചോദ്യവും നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ആദ്യം ബേസിക്സ് ചെറിയതാണ്. SLC 11 ചാപ്റ്റേഴ്സിന് വേണ്ട ബേസിക്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അത് ഞാൻ ആദ്യം ഒരു 10-14 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ ആ ക്വസ്റ്റ്യൻ സ്വന്തം ചെയ്ത് നോക്കുക, പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തം ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാം ഉത്തരം കിട്ടുന്നുണ്ട്, അത് വിട്ടേ, സ്കിപ്പ് ചെയ്തേ, ഈ തുറന്ന് കാണണ്ട. അതേ സ്ഥലത്തിൽ ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ നോക്കല. അപ്പൊ അറിയാത്തതും നിങ്ങൾ എഴുതി വെക്കുക. നമുക്ക് ബേസിക്സിലേക്ക് കിടക്കാം. ബേസിക്സ് ഞാനിവിടെ ഒരു 14 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആ 14 ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് അയച്ചു തരും ഉടനെ. അപ്പൊ ഈ 14 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ ശരിയാണെന്ന് നോക്കുക. മിക്കവാറും ശരിയായിരിക്കും. ശരിയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടി കേട്ടതോ, നമുക്ക് 10ാം ക്ലാസ്സിൽ A+ നേടാൻ വേണ്ടിയുള്ള ബേസിക്സ് ഓരോന്നായിട്ട് കുറേയൊന്നുമില്ല. ടെക്ക് നമ്മൾ പറഞ്ഞു തീർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒന്നാമത്തെ പറയുന്നത് 6+1 6 + 4 × 2. ഇത് കണ്ടാൽ വിചാരിക്കുക ഇത് എളുപ്പമാണല്ലോ, ഇതെന്ത് പറയാനാ, ഇതിനെപ്പറ്റി എന്ത് പഠിക്കാനാണ്. പക്ഷെ നിങ്ങളൊരു 10-15 കുട്ടിയോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ സമാന്തര ശ്രേണിയിൽ നിങ്ങൾ ചെയ്യുന്ന n/2 40/2 × 2 × 10 + 16 - 1 × 6 സമാന്തര ശ്രേണിയിൽ നിങ്ങൾ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന സൂത്രമാക്കി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പം ഉടനെ തെറ്റും. 40/2 20 20 20 + 15 × 6 വന്ന് ചെയ്യുക. പലരും ചെയ്യുക 20 10 35 × 6 ചെയ്യുക. പക്ഷെ ഗുണിക്കണമെന്നും കൂട്ടണമെന്നും ഉണ്ടാവുമ്പോ 20 × 20 + 15 6 ഗുണിക്കണം ചെയ്തതിന് ശേഷം കൂട്ടാവും. ഗുണിക്കണം കൂട്ടണം എന്ന് ഒരുമിച്ച് വന്നാൽ ഒരു ക്രിയകൾ വന്നു കഴിഞ്ഞാൽ ഗുണിച്ചതിന് ശേഷമേ കൂട്ടാവും. 15 6 90 20 × 90 110. ഇനി ഇതിങ്ങനെ ഗുണിക്കൊന്നും ചെയ്യരുത്. 2 11 2 22 2 0 ഉണ്ട് 2 0 കിട്ടിയേക്കുക. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ 2 വരെ വരണം. അതിലെന്തെങ്കിലും യൂണിറ്റ് ഉണ്ടെങ്കിൽ ചേർക്കും. ഇവിടെ യൂണിറ്റ് ഒന്നും ഇല്ല. ചിലപ്പോൾ രൂപ വേണം, ചിലപ്പോൾ ചതുരശ്ര സെന്റിമീറ്റർ ഉണ്ടാവും, അതൊക്കെ ചേർക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 6 + 4 × 2 = 8. ആൻസർ 14. അതിന്റെ ആൻസർ ഇതാ 14 ഇവിടെ ഉണ്ട്. 14 ഇവിടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് പെട്ടെന്ന് പറഞ്ഞു തീരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ഇതാണ്. നമ്പർ 2. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. 14 ഹരിക്കണം 7 ഹരിക്കണം 7. ഇപ്പം ബോർഡ് മാസ് നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ ഒന്നും കേട്ടിട്ടില്ല. ബോർഡ് മാസ് ഒരു കൂട്ടണം, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ബ്രാക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് സ്മോൾ ബ്രാക്കറ്റ് ആണ് നിൽക്കുക, പിന്നെ ഫ്ലവർ ബ്രാക്കറ്റ് ആണ് നിൽക്കുക, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നിൽക്കുക. അത് ബോർഡ് മാസാ. ഓ എന്ന് പറഞ്ഞാൽ ഓഫാണ്, മൾട്ടിപ്ലിക്കേഷനാ. അത് ഇപ്പോഴില്ല. 1/3 ഓഫ് 500 അങ്ങനെ ഇല്ല. അത് ഇൻറ്റു എന്നാ, ഗുണിക്കണം എന്നാ അതിന്റെ അർത്ഥം. ഗുണിക്കണം എന്നുള്ളതിന് മൾട്ടിപ്ലിക്കേഷൻ ആണ്, പക്ഷെ അത് ഇൻറ്റു എന്നും ക്ലാസ്സിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇൻറ്റു. ഡി ഡിവിഷൻ ആണ്, എം മൾട്ടിപ്ലിക്കേഷൻ ആണ്, എ എഡീഷൻ ആണ്, എസ് സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഈ ഓർഡർ 10ാം ക്ലാസ്സിലെ കുട്ടികൾ സ്റ്റുഡൻസ് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ബ്രാക്കറ്റ് സ്മോൾ ബ്രാക്കറ്റ്, പിന്നെ ഫ്ലവർ ബ്രാക്കറ്റ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് നിൽക്കണം. ഓഫ് ഇല്ല, ഓഫ് ഉണ്ടെങ്കിൽ ഓഫ്, പിന്നെ അതിനുശേഷം ഹരിക്കണം, അതിനുശേഷം ഗുണിക്കണം, പിന്നെ കൂട്ടണം, പിന്നെ കിടിക്കണം. അത് പ്രാക്ടീസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും പ്രശ്നമൊന്നുമില്ല. അതേസരത്തിൽ ഇത് നമുക്ക് നേരിട്ട് വരുന്നില്ല എങ്കിലും ഇങ്ങനെ ക്രിയ വന്നാൽ 2 എത്തി ചെയ്താൽ ആൻസർ വ്യത്യാസ. 7നെ 7 കൊണ്ട് ഹരിച്ചാൽ 1, 14നെ 1 ഹരിച്ചാൽ 14. അത് തെറ്റാ. ഇത് ക്രമത്തിലരിക്കണം. 14നെ 7 കൊണ്ട് ഹരിച്ചാൽ 2. 2നെ 7 കൊണ്ട് ഹരിച്ചാൽ 2/7 ഉത്തരം. അതാ അങ്ങേയറ്റത്തും ചെയ്യാൻ പാടില്ല. 14നെ 7 കൊണ്ട് ഹരിക്കുക 2, 2നെ 7 കൊണ്ട് ഹരിച്ചാൽ 2/7 കിട്ടി. അതിന്റെ ആൻസർ കിട്ടി. നമ്പർ 3 എന്താണ് 3? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 7 - 7 ഹരിക്കണം 7. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൈനസും
ഡിവൈഡഡ് ബൈ വന്നു കഴിഞ്ഞാൽ ആദ്യം ഡിവൈഡ് ബൈ ചെയ്യും 7 - 1 എന്നാണ്. 7നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ പലരും 0 ഇടും. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 അപ്പൊ 7 - 7 0 എഴുതരുത്. കാരണം ഇവിടെ 2 പദങ്ങളായത്. ഇതൊരു പദമാണ്, ഇതൊരു വേറൊരു പദ. കൂട്ടണം കിഴിക്കണം എന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വേർതിരിക്കുന്ന ഓരോരു ഭാഗം ഓരോരു പദ. അപ്പൊ ഇത് ബോർഡ് മാസ് ഉപയോഗിച്ചോ പദം എന്നുള്ള ആലോചിച്ചിട്ട് ചെയ്യുക. ഈ 7 കൊണ്ട് ആദ്യം ഹരിക്കണം. 7 - 1 എത്രയാ? 7 - 1 സമം എത്ര അടു കിട്ടുന്നത്? 6. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം 6 അടുത്ത 4ാമത്തെ 4184 4 കൊണ്ട് ഹരിക്കണം. എത്ര A+ കിട്ടുന്ന പറയുന്ന സ്റ്റുഡന്റ് ആയാലും A+ കിട്ടിയ സ്റ്റുഡന്റ് ആയാലും ചിലരൊക്കെ ഹരണം തെറ്റിക്കുന്നുണ്ട്. ഹരണമാണ് നമ്മുടെ റേഷൻ ഓപ്പറേഷൻസിൽ വെച്ചിട്ട് ഏറ്റവും വിഷമം. അടിസ്ഥാന ക്രിയകളിൽ ഏറ്റവും പ്രയാസം ഇതിന്റെ ഹരണം. ഇത് ഹരിക്കുമ്പോൾ പലരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. 4 1 8 4 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഘടകക്രിയ ഈ രീതിയിലാണ് ചെയ്യുന്നത്, ലോങ് ഡിവിഷനിലാണ് ചെയ്യുന്നത്. എപ്പോഴും 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1, ഒരു 4 4 മൈനസ് ചെയ്ത് ബാക്കി 1 ഇട്ട്. 1ൽ 4 പോവില്ലെങ്കിൽ പെട്ടെന്ന് 8 ഇറക്കിയിടും. നിങ്ങൾ വർഗമൂലം കാണുമ്പോൾ മാത്രമേ 8 ഇറക്കിയിടൂ. 1ൽ എത്ര പ്രാവശ്യം പോകും? 4 0 പ്രാവശ്യം പോകും. 0 ഗുണിക്കണം 4 0 1. അതിനുശേഷം മാത്രം 8 ഇറക്കിയിടൂ. 18നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 16 ബാക്കി 2 4 ഇറക്കിയിട്ട് 24 4 കൊണ്ട് ഹരിച്ചാൽ 6 6 4 24 എത്ര കിട്ടി? 0. ഈ 0 എഴുതുമ്പോൾ എപ്പോഴും 0 എഴുതുമ്പോൾ 0 ഇങ്ങനെ എഴുതണം. ഒരിക്കലും വാല് നീണ്ടുപോരും. 6 എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ പോരാ. 6 എന്ന് എഴുതിയാൽ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ 0 വായിച്ചു. അപ്പൊ 0 കറക്റ്റ് ക്ലോസ് ചെയ്തിട്ട് എഴുതുക. ഇതാണ്ടോ കറക്റ്റ് ക്ലോസ് ചെയ്തിട്ട് എഴുതുക 0. അപ്പൊ 1046 കിട്ടി. ഇത് പഠിക്കുന്നവർ ഇങ്ങനെയും ചെയ്യാം. 4 1 8 4. പിന്നെ ക്രിയ ചെയ്യല് എപ്പോഴും വർക്ക് ഏരിയ ഇപ്പുറം വേണം. ക്രിയകൾ ആൻസർ പേപ്പറിലൊക്കെ വലത് ഭാഗത്ത് ചെയ്യണം. അത് നിർബന്ധ. ഈ ആൻസർ ചെയ്യലും ക്രിയ ചെയ്യലും ഒരുപോലെ ആകാൻ പാടില്ല. അപ്പൊ ഇത് ശരിക്ക് ഓർഡിനറി ഡിവിഷൻ 4 1 8 4 ഇത് ഇങ്ങനെ ചെയ്താൽ മതി. 4 കൊണ്ട് ഹരിച്ച് 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1. 1ൽ 4 പോകൂല, 0. 18ൽ 4 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 4 4 16 ബാക്കി 2 24 6 4 24 1046. അപ്പൊ ആൻസർ എത്ര കിട്ടുന്നത്? ആൻസർ 1046. 4. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത്. അപ്പൊ A+ SSLC A+ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബേസിക്സ് ഒക്കെ പഠിച്ചേ മതിയോ. എപ്പോഴും നിങ്ങളെ മനസ്സിൽ ഈ A+ ഉണ്ടായിരിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 4ാമത്തെ ചെയ്തു. 5ാമത്തെ 13 13 13ന് 13 കൊണ്ട് ഹരിച്ചു നോക്കുക. അതും തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാ. അപ്പൊ നമ്മൾ ചെയ്താണെങ്കിൽ 13 നിങ്ങൾ ഏത് വിധത്തിലാണ് ചെയ്തോ? 13 ഹരിക്കണം 13. 13ൽ 13 ഒരു പ്രാവശ്യം പോകും. ഇനി 1ൽ 13 പോവാത്തോണ്ട് ഒരു 0. അതിനുശേഷം 13 എടുക്കുക. 13ൽ 13 ഒരു പ്രാവശ്യം പോയി. 1ൽ 13 പോകില്ല, 0. 13ന് 13 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പൊ ആൻസർ 1 0 1 0 1. ഇതുപോലെ കുറെ എക്സാമ്പിൾ നിങ്ങൾക്ക് വേറെ എടുക്കാൻ പറ്റും. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 0 1 0 1 ഗുണിക്കണം 15. ഈ ഗുണനമൊക്കെ ഈസി ആണെങ്കിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഗുണിക്കുന്ന കണ്ടാൽ വിചിത്ര. 42ന് ഒരു 23 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 3 6 3 4 12 2 4 ഇവിടെ തന്നെ ചെയ്ത് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അത് വേറെ വിഷയം. അപ്പൊ നമ്മൾ ഗുണിക്കുമ്പോ 3 2 6 3 4 12 2 4 24 8 6 2 4 6 1 8 9. അപ്പൊ ഇതിന്റെ ഗുണനവും ഒക്കെ ഷോർട്ട് കട്ട് പഠിക്കുന്നത് നല്ലതാ. പ്രധാനപ്പെട്ട ചില ക്രിയകളില് ഷോർട്ട് കട്ട് പഠിക്കുന്ന എപ്പോഴും നല്ലതാ. 18ന് 11 കൊണ്ട് ഗുണിക്കുമ്പോ അത് 1 8 7 എഴുതിട്ട് 1 8 കൂടി കൂട്ടിയാൽ മതി. ആ സമയം ലാഭമല്ലേ. നമുക്ക് ചിലപ്പോൾ അവസാനത്തെ ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ ഇങ്ങനെ ചില ഷോർട്ട് കട്ട് മാത്സിലുണ്ട്.
അപ്പൊ ആ ഷോർട്ട് കട്ടൊക്കെ വേറെ സെൽഫ് നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് സ്വന്തം പഠിക്കണം. അപ്പൊ ഇത് നമ്മൾ കേട്ടല്ലോ, 18 11 കൊണ്ട് വിളിക്കുമ്പോൾ 1 8 വിട്ട് എഴുതിയിട്ട് 1 8 കൂടി കൂട്ടി. ഇതുപോലെ ഒത്തിരി ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ 1 0 1 0 1 15 കൊണ്ട് ഗുണിക്കുന്നു. 1 0 1 15 കൊണ്ട് ഗുണിക്കുന്നു. നമ്മൾ സാധാരണ കുടിക്കുമ്പോൾ വിളിച്ചാൽ മതി. ഇത് വേണമെങ്കിൽ 15 ഒരുമിച്ച് വിളിക്കാം. നിങ്ങൾ വേണ്ട നമ്മൾ പഠിച്ച മാതിരി I1 5 I0 0 I1 5 I0 0 I1 5. അറിയാവുന്നവർ ഒന്നുകൊണ്ടെല്ലാം ഗുണിക്കുമ്പോൾ അതേ സംഖ്യ എഴുതിയാൽ മതിയല്ലോ അല്ല. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 0 1 0 1 കുടിക്കാൻ സമയം നഷ്ടപ്പെടുത്തണ്ട. അതാ കൂട്ടുന്നത് 5 1 5 1 5 1. അപ്പൊ ആൻസർ എത്രയാ? ആൻസർ 1 5 1 5 1 5. ഇതൊക്കെ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അപ്പൊ ഇതൊക്കെ ആവർത്തിച്ച് സംഖ്യയിലിട്ട് ഗുണിക്കുക. എന്നിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ശരിയാണോ നോക്കുക. വായിക്കുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നത് 43 × 34 × 0 × 14 എന്ന് എഴുതുമ്പോ പലരും 43 33 കൊണ്ട് ഗുണിക്കുന്നത്. ഒരു കണക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അത് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ സമയം നഷ്ടപ്പെട്ടു. അപ്പൊ 43 34 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 0 കൊണ്ട് ഗുണിക്കൂ. കുറെ സംഖ്യകളുണ്ട്. ഒരു 0 ഘടകമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏത് സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണല്ലോ. അപ്പൊ ആ ലോജിക്കൽ ടെക്കിന് പറഞ്ഞ എന്ത് ചെയ്താ 0 എഴുതിയ ആ സമയം നഷ്ട. ഇനി ചിലതൊക്കെ ചെയ്യുമ്പോൾ 43 × 34 എന്ന് എഴുതി 34 3 12 1 4 16 17 3 3 ഇങ്ങനെ ചെയ്തു നോക്കി അന്നേരം മനസ്സിലാവും. അപ്പൊ ഇത് ഇങ്ങനെ പച്ചക്കുടി കുട്ടും പോലെ കുത്തുന്നുണ്ടെങ്കിൽ എന്താ വഴിയെന്ന് വെച്ചാൽ ഇതാ ഒരു 42 × 5 തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു വരിയാവും. അല്ലെ 2 വര വരഞ്ഞു ഇങ്ങനെ കൂടോട് കുത്തറ് ശീലിക്കണം. ആദ്യം മുതൽ ശീലിക്കണം. പിന്നെ വേറൊന്ന് ഇത് തന്നെ 42 × 31 ഇതൊക്കെ ഗുണിച്ചെടുക്കുമ്പോൾ കുറെ പണിയുണ്ടാവും. അതേ സ്ഥലത്തിൽ ഇപ്പം മുതലേ നിങ്ങൾ അതിന്റെ ഷോർട്ട് കട്ട് പഠിച്ചാൽ പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ ക്രിയകൾ ചെയ്യാം. ഇത് പിന്നീട് പറയാം നമുക്ക്. 1 2 2 ഇങ്ങനെ ഒരു വഴിയുണ്ട്. 1 4 4 6 10 1 4 3 12 1 10 ഇങ്ങനെ ഒരു വഴിയുണ്ട് ഗുണിക്കുന്നത്. 1 2 2 1 4 4 6 10 1 4 3 12 13. ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിച്ചു വെക്കാം. ഇപ്പൊ തൽക്കാലം അറിഞ്ഞിരിക്കേണ്ട ബേസിക് 7 പഠിച്ചു. 8ാമത്തെ നോക്കിയിട്ട് നിങ്ങള് 10 - 10/0. അതാർക്കും 10 10 കുറച്ചാൽ 10 10 10 10 ആർക്കും അറിയാ 10 - 10 0/10. പിന്നെ ആലോചിക്കണ്ട, 0ത്തിന് ഏതൊരു സംഖ്യ 0 ഒഴികെയല്ല ഏതൊരു സംഖ്യ കൊണ്ട് വരിച്ചാൽ നമുക്ക് 0 തന്നെ എഴുതാം. അപ്പൊ 0/10 എത്രയാ? 0. അതാ ഇതെല്ലാം അറിയാവുന്നവർ തന്നെയാണ് നിങ്ങൾ. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SSLCയിലെ 11 ചാപ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ള ആ ബേസിക്സ് ആണ്. അതുപോലെ ബേസിക്സ് ഏകദേശം നമ്മൾ 100ൽ ഒതുങ്ങും. അത് അറിഞ്ഞേ മതിയാവും. 9ാമത്തെ ക്വസ്റ്റ്യൻ 13/1.3. അവിടെ സ്റ്റെക്കാവും ചിലത്. ഈ സ്റ്റെക്കാവുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഇപ്പം ഭിന്നസംഖ്യകൾ കൂട്ടുന്ന കുറക്കുന്ന അറിയില്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം നിങ്ങൾ ആദ്യം എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെ ഭിന്നകം, അത് ഭിന്നകത്തിന് സബ്ട്രാക്ഷനോ ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു ദശാംശംഖ്യന്റെ ആ ഭിന്നകങ്ങളിലെ ഇതൊക്കെ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ABCD 4 ക്വസ്റ്റ്യനിൽ 6 മാർക്ക് ഉണ്ടെങ്കിൽ ഈ 6 പോയി പോകും. തുടക്കത്തിൽ തെറ്റുമ്പോൾ അങ്ങോട്ട് എല്ലാം തെറ്റിപ്പോകില്ലേ? അപ്പൊ ബേസിക്സ് ഒരു പ്രധാനമാണ്. A+ കിട്ടുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും A+ ഒന്നുമല്ല, എല്ലാവർക്കും പ്രധാനമാണ്. ഒരു സംഖ്യയെ ദശാംശം കൊണ്ട് ഹരിക്കുമ്പോൾ ഛേദത്തിൽ എത്ര ദശാംശം ഉണ്ട് നോക്കുക. വരേന്റെ മേലെയുള്ളതാണ് അംശം, വരേന്റെ താഴെയുള്ളതാ ഛേദം. ഛേദത്തിൽ ഡിനോമിനേറ്റർ ഇത് ന്യൂമറേറ്ററാ. ഛേദത്തിൽ ഒരു ദശാംശാനല്ല, കാരണം വലത്തുനിന്ന് ഇടത്തോട്ടാണ് ദശാംശാൻ. ഒരു ദശാംശാനെങ്കിൽ അംശത്തിനെയും 10 കൊണ്ട് ഗുണിക്കുക, ഛേദത്തിനെയും 10 കൊണ്ട് ഗുണിക്കുക. അതറിഞ്ഞിരിക്കണം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനെയും ഛേദത്തിനെ ഏതെങ്കിലും 0 ഒഴികെയുള്ള ഏതൊരു സംഖ്യ കൊണ്ടും ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും വ്യത്യാസം വരില്ല. അപ്പൊ 13 × 10 അങ്ങനെ എഴുതിയിട്ട് നമ്മൾ പഠിക്കണം. ഒരു ദശാംശംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു ദശാംശം സ്ഥാനം വലത്തോട്ട് നിന്നും 1.3 10 കൊണ്ട് ഗുണിച്ചാൽ 13 ആണ്.
13 13 വെട്ടി സമം ഉത്തരം എത്രയാ 10. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന വരികൾ ഓരോരുത്തർക്ക് പല വ്യക്തരുണ്ടാവും. അതൊക്കെ സ്വീകരിച്ചോ. 13 ബൈ 1.3 സമം 13 ഹരിക്കണം 1.3 ആണ് എന്ന് പറഞ്ഞാൽ 13 ഹരിക്കണം 1.3 വെച്ചാൽ 13/10 ആണ്. അതിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തോ. 13 ഒരു സംഖ്യയെ വേറൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ആ ഹരിക്കേണ്ട സംഖ്യയുടെ വിൽക്രമം തലതിരിച്ചു ഗുണിക്കുക. ഗുണിക്കണം 10/13. ഇത് വെട്ടി. അപ്പൊ എത്ര തന്നെ കിട്ടി? 10. ഇത് അറിഞ്ഞിരിക്കണം, ഏത് വിധത്തിലും ചെയ്യുന്ന അറിഞ്ഞിരിക്കണം. അതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു. 10 0.5 ഗുണിക്കണം 0.5 ഗുണിക്കണം 0.5. ഈ 0.5 ഇവിടെ 0 ഇടാ, ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ല. 0 പോയിന്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് 0 ഇടുന്നത്. 0.5 × 0.5 × 0.5 അല്ലെങ്കിൽ 0.5 ക്യൂബ് 0.5 ക്യൂബ്. പലരും തെറ്റിക്കണ്ട. 5 × 5 × 5 എത്രയാ? 125. ഇനി ദശാംശം എണ്ണുക. വലത്തുനിന്ന് ഇടത്തോട്ടാണ് ദശാംശം എണ്ണുക. വലത്തുനിന്ന് ഇടത്തോട്ട് 3 ദശാംശം കേട്ടോ. 1 2 3. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 0 ചേർക്കാം. 0 ചേർത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോ 10ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. 11 നോക്കുക. ആൻസർ 11. ചെറിയ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതറിയണം. 1.23 1000 കൊണ്ട് നമ്മൾ ഗുണിക്കുന്ന അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കണം. 10 100 1000 10000 കൊണ്ടെല്ലാം ഗുണിക്കുമ്പോൾ എത്ര 0 ഉണ്ടോ അത്ര ദശാംശ സ്ഥാനം വലത്തോട്ട് ചെയ്യണം. നിങ്ങൾക്ക് 14 123 100 1000 കൊണ്ട് ഗുണിക്കുന്നേ. എത്രയോ സ്റ്റുഡൻസ് ഇങ്ങനെയാ ഗുണിക്കുന്നേ. 3 0 0 ഇങ്ങനെ ഗുണിക്കുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതാ പിന്നെ 0 ഇട്ട് പിന്നെ 1 ഇട്ട് ഇങ്ങനെ ഗുണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ 121.23 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 ദശാംശ വലത്തോട്ട് നീക്കുക. ഇവിടെ നീങ്ങാൻ 2 സ്ഥാനം വരെയുള്ളൂ. അതുകൊണ്ട് 2 സ്ഥാനം വരെ നീക്കിയിട്ട് ഒരു 0 ചേർക്കുക. ഇതാവുക. അതറിഞ്ഞിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാ. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നും അറിയില്ലെങ്കിൽ ചിലപ്പോൾ 6 മാർക്ക് പോയി പോകും. A+ ഭയങ്കര പഠിപ്പിച്ചാന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ 6 മാർക്കും പോയി പോകും. അതിൽ ABCD ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് റേഡിയസ് 6 കണ്ടുപിടിക്കുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോയി. 12 ഏതാ പറയുന്നത്? 1.23 നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. ഗുണിക്കുമ്പോൾ എത്ര 0 ഉണ്ടോ അത്ര സ്ഥാനം വലത്തോട്ട് നീങ്ങും. ഹരിക്കുമ്പോൾ എത്ര 0 ഉണ്ടോ അത്ര സ്ഥാനം ഇടത്തോട്ട് നീങ്ങും. ഇവിടെ 3 0 ഉണ്ട്. 3 സ്ഥാനം ഇടത്തോട്ട് നിൽക്കണം. ഇതാ ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്. 0 0 1 2 3. അതാ ആൻസർ. കാരണം 3 0 ഉണ്ട്. 3 സ്ഥാനം. ഇതാ ഇപ്പോഴത്തെ സ്ഥാനം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 23 എന്ന് പറഞ്ഞാൽ 23 പോയിന്റാ. 23 ദശാംശം എവിടെയാന്ന് ചോദിച്ചാൽ ഇവിടെയുള്ളത്. ഇതിന് 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ദശാംശം ഇടത്തോട്ട് പോകണം. 0.23. ഇവിടെ ഇപ്പൊ ആ പ്രശ്നമില്ല. 1.23 1000 കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശമുള്ള സ്ഥലത്തുനിന്ന് 3 സ്ഥാനം ഇങ്ങോട്ട് പോകണം. 1 സ്ഥാനം ഇല്ലെങ്കിൽ 0 ചേർത്തുക. 12 അതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളെ 13ാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും തെറ്റുണ്ടാ. 1/2 ഹരിക്കണം 2. അത് A+ വായിക്കുന്നവരൊക്കെ തെറ്റിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം 1/2 ഹരിക്കണം 2/1. അപ്പൊ നമ്മൾ ഒരു ഭിന്നസംഖ്യയെ വേറൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ തല തിരിച്ച് ഗുണിക്കുന്നു വിൽക്രമം കൊണ്ട്. അപ്പൊ ശരിക്കുള്ള ഉത്തരം എത്രയാണ്? 1/4. ഇതിന്റെ ഉത്തരം 1/4. 13. ഇത് തന്നെ 13 ചെയ്തു. 16ാമത്തെ 2 ഹരിക്കണം 1/2. അത് സാധാരണ അധികം ആൾക്കും തെറ്റൂല. സമം 2 ഗുണിക്കണം 2/1 സമം 2 4. ഈ ബേസിക്സ് പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പോ 1 5/11 കുറക്കണം എന്ന് വിചാരിച്ചോ. നമ്മൾ 1 5/11 കുറച്ചാലേ ആദ്യത്തെ പൊതുവ്യത്യാസം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ എടുത്തിരിക്കുന്ന സമാന്തര ശ്രേണിയാണ്. ചിലപ്പോൾ വൃത്തം എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ആദ്യം തന്നെ തെറ്റുകയും അങ്ങോട്ടെല്ലാം തെറ്റു. ഇത് സാധാരണ നമ്മൾ ചെയ്യുക 1/1 -5/11 എഴുതിയിട്ട് ഒരു 11 11 -5/11 സമം 6/11 എഴുതും. പക്ഷെ ഇങ്ങനെ ചെയ്യാതെ A+ കിട്ടുന്നവര് അങ്ങനെ പഠിക്കരുത്.
A+ കിട്ടുന്ന ഒന്നിൽ നിന്ന് ഒരു സാധാരണ ഭിന്നം കുറക്കുമ്പോൾ, സാധാരണ ഭിന്നം എന്ന് പറയാൻ കാരണം എന്താ, അംശം ഛേദത്തേക്കാൾ കുറവാ. ഒന്നിൽ നിന്ന് സാധാരണ ഭിന്നം കുറക്കുമ്പോൾ ഛേദത്തിൽ നിന്ന് അംശം കുറച്ച് ഛേദം വിടുക. അല്ലോ ഈ സമയം ലാഭമാണ്. ഈ സമയം ഇതുപോലെ കുറേശ്ശെ സമയം കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം കിട്ടും. അപ്പോ 1 - 5/11 ഒന്നിൽ നിന്ന് കുറക്കുമ്പോൾ 11 5 കുറച്ച് 6 6/11. അപ്പൊ നമ്മൾ ഇന്ന് 14 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇതുപോലെ 11 അധ്യായങ്ങൾ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു 100 ബേസിക് ആകെയുള്ളൂ. ഈ 14 ക്വസ്റ്റ്യങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ചിലർക്കൊക്കെ ബൈഹാർട്ട് തന്നെയാണ്. ഇതുപോലെ ഒരു 100 ക്വസ്റ്റ്യൻ ബേസിക് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻ ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ നേരെ ബേസിക്കിലേക്ക് കിടക്കാം. അപ്പൊ 14 ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യാനാവും സ്പീഡിൽ. അപ്പൊ 100 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, ബേസിക് നിർബന്ധ. അതുപോലെ നമ്മൾ A+ കിട്ടാൻ വേണ്ടി 11 ചാപ്റ്ററിൽ മാക്സിമം ഞാൻ പറയുന്നത് 100 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 45 മിനിറ്റെങ്കിലും ഒരു ദിവസം ടെക്സ്റ്റ് ബുക്കും സ്കൂളിലെ നോട്ട് ബുക്കും ട്യൂഷൻ ബുക്കും എല്ലാം വെച്ചിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഷുവർ അവർക്ക് ഏത് തന്നെ കിട്ടും, സംശയം പേടിക്കണ്ട. A+ ഷുവറാണ്. പക്ഷെ ഇങ്ങനെ മനസ്സെപ്പോഴും ഇതിൽ വേണം, A+ വേണം. സിനിമക്ക് പോകരുത്, കല്യാണം ഉണ്ടെങ്കിൽ പോകാൻ പാടില്ല, ഗൃഹപ്രവേശം ഉണ്ടെങ്കിൽ പോകാൻ പാടില്ല, സീരിയൽ ഒന്നും കാണാൻ പാടില്ല. എല്ലാ സമയം മാക്സിമം 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് എങ്കിലും എന്നാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ഒരു മാഷ് ക്ലാസ് എടുത്താൽ അതിൽ ഒരാൾക്ക് 100 കിട്ടും മാർക്ക്. പക്ഷെ അതേ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് 100 ഒന്നും കിട്ടുന്നില്ലേ, അല്ലെ 0 കിട്ടുന്നില്ലേ? അപ്പൊ ആക്ച്വലി മാഷല്ല, നിങ്ങൾക്കിപ്പം പഠിച്ചിട്ട് മനസ്സിലാവാത്തത് പല കാരണങ്ങളല്ലേ. നമുക്കതിന്റെ ബേസിക്സ് ഉണ്ടാവില്ല, ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അപ്പൊ ഇങ്ങക്ക് മാർക്ക് കുറയുന്നതിന്റെ ഒരു കാരണം പഠിപ്പിക്കുന്ന മാഷ് തന്നെയാ. അത് പറഞ്ഞ വിശ്വസിക്കൂല. അതായത് ഒരു കുട്ടിക്ക് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന, ചീത്ത പറഞ്ഞിട്ടോ വേലിത്തെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് കുറയാൻ തന്നെ കാരണം പഠിപ്പിക്കുന്ന അധ്യാപന. ഇവിടെ നമ്മുടെ പ്രദേശത്തെല്ലാം ടീച്ചേഴ്സ് അവർ രാത്രി പഠിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കും. ചില സ്കൂൾ ക്ലാസ് എടുക്കുന്ന ടീച്ചർ രാത്രി പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോൺ നമ്പർ ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവര് സംശയമുള്ള, പെട്ടെന്ന് ഒരു സംശയം കൂടുതൽ ഉണ്ടാകുമ്പോൾ വിഷമാണ്, സംശയം ചോദിക്ക്. പ്രത്യേകിച്ച് കണക്കിന് ഇങ്ങനെയാ, എന്തെങ്കിലും സംശയം വരും ടീച്ചറോട് ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ലി നിന്നിട്ട് അത്ര ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും, ഫുൾ മാർക്ക് കിട്ടൂ. A+ വരെ 90% കിട്ടുന്നുണ്ട്. അതിൽ ഇന്ത്യയിലെ മാർക്ക് 20 അധികവും കിട്ടൂ. ബാക്കി 90% കിട്ടുന്നുണ്ടല്ലോ. ചോദ്യ പേപ്പറിൽ എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ പിന്നെ ഈ കണക്ക് എന്ന് പറയുമ്പോൾ A പാർട്ടും B പാർട്ടും C പാർട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ. ഇത് ചൊറഞ്ഞ ക്വസ്റ്റ്യനാ. അപ്പൊ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു 60% ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു 20% ക്വസ്റ്റ്യൻ ആണ്, 20-30% ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 10% ക്വസ്റ്റ്യൻ എപ്പോഴും വിഷമുണ്ടാവും. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ A പാർട്ടും B പാർട്ടും ബേസിക് ലെവൽ, ഡിസ്റ്റിങ്ഷൻ ലെവൽ, അഡ്വാൻസ് ലെവലാണ്. നേരിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പഠിച്ചാൽ ശരിയാവില്ല. ഇതൊക്കെ പഠിക്കുന്നവർക്ക് നേരിട്ട് അതും കിട്ടിക്കോളൂ. ഒരു ചൊറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ചൊറ നീർക്കാൻ അറിയണം. ഒരു ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിൽ വന്നാൽ ആ ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കണ്ടുപിടിക്കാൻ സൂത്രവാക്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ആ സൂത്രവാക്യം ഉണ്ടെങ്കിൽ ആ സൂത്രവാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ചരങ്ങൾ ഏതൊക്കെയാണ്, ആ ചരങ്ങൾ ഇപ്പം എന്ത് ടേമാണെങ്കിൽ നിങ്ങൾ പഠിച്ച DN + F - D എന്താണിത്, XN = DN + F - D എന്ന് കേട്ട് ഇത് മാത്രം പഠിച്ചാൽ ശരിയാവൂല. ഇത് എന്താണ് ഈ സൂത്രവാക്യത്തിന്റെ പൊരുൾ, ഇത് ബൈഹാർട്ടായിരിക്കണം. X എന്ന് പറയുന്നത് എന്താണ്, nth ടേമാണ്, n-ാം പദമാണ്. D പൊതുവ്യത്യാസമാണ്. N പദങ്ങളുടെ എണ്ണമാണ്. F ആദ്യ പദമാണ്. ഇങ്ങനെ പഠിക്കണം. ഇപ്പൊ ഇത് ചിലത് ടെസ്റ്റിലെല്ലാം മാത്രം പഠിച്ചാൽ മതിയാവൂല. ഇത് തന്നെ F എപ്പോഴും XN കാണുന്ന സൂത്രവാക്യം F + n-1 D ശരിയാ. ഇതിൽ നിന്നാണ് ഇത് വന്നത്. ഇതിനെ വിപുലീകരിച്ചിട്ടാണ് ഇത് കിട്ടിയേ. ചില ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ XN = F + n-2 D ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഒരു ചാപ്റ്റർ ഇപ്പൊ സമാന്തര ശ്രേണികൾ എന്നാണെങ്കിൽ അതിൽ
സത്യത്തിൽ 13 വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. എത്രാമത്തെങ്കിലും പദം കാണുക, ആദ്യ പദം കാണുക, പൊതുവ്യത്യാസം കാണുക, 2 പദങ്ങൾ തന്നിട്ട് ആദ്യ പദവും പൊതുവ്യത്യാസം കാണുക, ഈ പൊതു രൂപം കണ്ടുപിടിക്കുക, ഓൾജിബ്രിക് എക്സ്പ്രഷൻ, ഇത്ര ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. പിന്നെ പ്രയാസപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ പ്രയാസപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ശതമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് വേറൊരു ക്വസ്റ്റ്യൻ എടുക്കണം. ഇപ്പൊ x+1, 2x+3, 5x-2 ഇവ ഒരു സമാന്തര പ്രവർത്തന തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിന്റെ വില എന്ത്? അല്ലെങ്കിൽ SN, ഇത് പ്രധാനപ്പെട്ട തന്നെയാണ്. ഇത് സാധാരണക്കാർ എപ്പോഴും വരുന്നതല്ല, എങ്കിലും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഒരു SN is equal to n പദങ്ങളുടെ തുക 3n² + 4n ആയാൽ 10ാം പദം എത്ര? ഇതൊക്കെ പെട്ടെന്ന് A+ കിട്ടുന്നവരും ഭ്രമിച്ചു പോകും. കാരണം 10 10 ചേർത്താൽ 10ാം പദം എല്ലാം കിട്ടുക. n-ാം പദത്തിന്റെ സൂത്രവാക്യത്തിൽ പൊതുരൂപത്തിൽ n 10 ചേർത്താൽ n-ാം പദം കിട്ടും. അപ്പൊ ഇതൊക്കെ കോംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെയാ. അതിന് ഷോർട്ട് കട്ട് ഉണ്ടാവും, അത് കുറെ വായിച്ചാലേ കിട്ടൂ. അതിന് ഫസ്റ്റ് ടൈം കാണാൻ നമ്മൾ S1 S2 കണ്ടുപിടിച്ചിട്ട് x2 കാണാൻ S2 S1 കുറച്ചാൽ മതി. പക്ഷെ ഇതൊന്നുമല്ല. എന്നിട്ട് x2 നിന്ന് S1 നിർത്താൻ ആദ്യം തന്നെയാ. x2 S1 കുറച്ചാൽ എന്ത് കിട്ടി? പുതിയ വ്യത്യാസം കിട്ടി. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് പകരം കുറെ അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഈ 3 4 കൂടി കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും. ഇത് p+pn² + qn ആണ്. ഇത് ടെസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. എഫ് കണ്ടുപിടിക്കാൻ സൂത്രവാക്യം p+q ആണ്. അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഈ p-നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് വേറെ ഭാഗ. അത് കുറെ പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനങ്ങ് പറഞ്ഞു തരും. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വിഷമമുണ്ട്. അതല്ലാതെ കണ്ടുള്ള നേരിട്ട് ക്വസ്റ്റ്യൻ അല്ലേ ഒരു സമാന്തര ശ്രേണി. എന്തെന്നാ ഒരു 10 പ്രാവശ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു നോക്കിയേ. എല്ലാത്തിലും എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 6 പൊതുവ വ്യത്യാസം വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതുക. അതാ ടെക് നമ്പർ 10, 16, 22 എക്സെട്ര. അതിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ. ഇതിന്റെ പൊതുവ വ്യത്യാസം അറിയാം. ഇതിന്റെ ആദ്യ പദം ഏത്? 10 ബി. ഇതിന്റെ 10ാം പദം എത്ര കാണാം. ഇതിന്റെ പൊതുരൂപം എന്ത്? ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻ ടഫ് ഉണ്ടാവും. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക ഇത്ര, ഗുണനഫലം ഇത്ര, സംഖ്യകളേവ, പദങ്ങളേവ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെൽഫ് നോട്ട് പുസ്തകത്തിൽ അസറായിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു 45 മിനിറ്റ് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ A+ മാത്തമാറ്റിക്സിൽ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുക, കിട്ടട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബേസിക്കിന് ബാക്കി പറയാം.